चलो रोल പ്രകൃതിയിൽ ഭിന്ന ഭാവങ്ങളുണ്ട്. അതിരാവിലെയുള്ള പ്രകൃതിയല്ല നട്ടുച്ചയ്ക്ക്. നട്ടുച്ചയ്ക്ക് നാം കാണുന്ന പ്രകൃതിയല്ല സന്ധ്യാനേരത്ത്. അതുപോലെ ഒരു 10 മണി രാത്രിയിലുള്ള പ്രകൃതിയല്ല പാതിരാത്രിയിൽ. പ്രകൃതി ഓരോ സമയം മാറുന്നതിനനുസരിച്ച്, ഓരോ ചെറിയ ചെറിയ സമയഭേദങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുടെ താളവും പ്രകൃതിയുടെ ഭാവവും മാറി മാറി വരുന്നുണ്ട്. നല്ല നിലാവുള്ള ഒരു രാത്രി, പൗർണമി രാത്രിയിലെ പ്രകൃതിയുടെ ഭാവം ഒന്ന് വേറെ തന്നെയാണ്. ഒരു ദിവസം സെയിൻറ്റ് ഫ്രാൻസിസ് ഈ സുന്ദരമായ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതിക്ക് നേരെ നോക്കിയിട്ട് അന്ന് രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിരുന്നു. അന്ന് അദ്ദേഹവും തൻ്റെ കൂട്ടുകാരനും കൂടെ ഈ നിലാവ് കാണാൻ എത്ര പേർ ഇരിക്കുന്നുണ്ട്, പ്രകൃതിയിലെ ഈ സുന്ദരമായ പ്രതിഭാസം ആസ്വദിക്കാൻ എത്ര പേർ ഇരിക്കുന്നുണ്ട് എന്നറിയാനായിട്ട് ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ പോയി നോക്കി. എല്ലാ വീടുകളിലും ആളുകൾ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഒരാൾ പോലും ഈ നിലാവിനെ ആദരിക്കുന്നില്ല. ഒരാൾ പോലും ഈ നിലാവിനെ കണ്ട് മതിമറന്നിരിക്കുന്നില്ല. സെയിൻറ്റ് ഫ്രാൻസിസിന് വല്ലാത്ത നിരാശ തോന്നുകയാണ്. എന്തൊരു മനുഷ്യരാണവർ! ഇത്രയും അതിമഹത്തായിരിക്കുന്ന ഒന്ന് നടക്കുമ്പോൾ അതിനെ ഒന്ന് നോക്കിയിരിക്കാൻ വേണ്ടി ഒരാൾ പോലും ഇല്ലേ എന്ന് അദ്ദേഹം ഒരു തമാശ ചെയ്തു. ആ പാതിരാത്രിയിൽ തൊട്ടടുത്തുള്ള പള്ളിയിലെ അപായമണി അദ്ദേഹം മുഴക്കുവാൻ തുടങ്ങി. മണി മുഴങ്ങിയപ്പോൾ എന്തോ അത്യാപത്തുണ്ടായി എന്ന് വിചാരിച്ച് ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഓടി വന്നു. എന്താണുണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ കാണുന്നത് ഫ്രാൻസിസ് പുണ്യവാളനെയാണ്. ഫ്രാൻസിസ് പുണ്യവാളൻ പറഞ്ഞു, ഈ മനോഹരമായിരിക്കുന്ന നിലാവ് ഇത് നിങ്ങളാരും കാണുന്നില്ലേ? ഇതൊന്ന് കാണാതെ നിങ്ങൾ ഉറങ്ങുകയാണോ? നിങ്ങളെല്ലാവരും ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ നേരെ തിരിയുകയാണ്. അപ്പോഴെല്ലാ ആളുകളും സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ വട്ടാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രാപിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഇതുപോലെയുള്ള പ്രകൃതിയിലെ അതിമഹത്തായിരിക്കുന്ന മുഹൂർത്തങ്ങൾ അത് നാം കാണുമ്പോൾ മാത്രമേ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും എത്ര മനോഹരമായിരിക്കുന്ന, എത്ര സ്വർഗീയമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനാവുക. ഈ നിലാവിനെ കുറിച്ചിട്ട് ഒരു സെൻബുദ്ധ കഥയുണ്ട്. ഒരിക്കൽ ഒരു സെൻ ആശ്രമത്തിൽ ഒരു കള്ളൻ കടന്നു. അങ്ങനെ കള്ളൻ ആരുമില്ലാത്ത സമയം നോക്കിയാണ് വന്നത്. അവിടെയുള്ള സെൻഗുരു പുറത്ത് ഭിക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും കക്കുവാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല, ഒരു വസ്തു അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം നിരാശനായിട്ട് വീട് വിട്ടു പോകുമ്പോൾ സെൻഗുരു അങ്ങോട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു എന്തോ എടുക്കാൻ വേണ്ടി വന്ന ഒരാളാണെന്ന്. അപ്പം അദ്ദേഹത്തെ കയ്യോടെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പോകരുത്, ഞാൻ നിനക്കൊരു സാധനം തരാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത്രയും സ്നേഹത്തോടെ പറഞ്ഞതുകൊണ്ട് ആ കള്ളൻ ഗുരുവിൻ്റെ അടുത്ത് നിന്നു. അങ്ങനെ ഗുരു ഒരു പൊതിയിലുണ്ടായിരുന്ന വളരെ പഴകിയ ഒരു പുതപ്പുണ്ടായിരുന്നു. എത്രയോ പരമ്പരകളായിട്ട് ധ്യാന ഗുരുക്കന്മാർ ഉപയോഗിച്ചിരുന്നൊരു പുതപ്പാണത്, അമൂല്യമായത്. അത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കുറേ കീറിയിട്ടുണ്ടായിരുന്ന ഉൾഭാഗങ്ങൾ വളരെ പഴയതായിരുന്നു. അങ്ങനെ അദ്ദേഹം അതും എടുത്തിട്ട് അവിടുന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ഗുരു വന്നിട്ട് മുറ്റത്തിരുന്നു. അന്ന് പൗർണമി രാത്രിയായിരുന്നു. പൂർണ്ണ നിലാവങ്ങനെ പരന്നൊഴുകുന്നുണ്ടായിരുന്നു. മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ വരുന്ന ഈ ചന്ദ്രകിരണങ്ങൾ അതിൻ്റെ തണുപ്പ് തട്ടിയിട്ട് ഗുരുവിൻ്റെ മനസ്സാകെ കുളിർത്തു. അവിടെ നനഞ്ഞ മണ്ണിൽ അദ്ദേഹം കൈകളെ കൊണ്ട് അങ്ങനെ തലോടി അങ്ങനെ കുറച്ചു നേരം ധ്യാനിച്ചിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് ഉണർന്നപ്പോഴേ അദ്ദേഹത്തിന് വല്ലാതൊരു വേദന തോന്നി. പാവം, ആ മനുഷ്യന് ഞാൻ എന്താണ് കൊടുത്തത്? ഒരു കീറ പുതപ്പല്ലേ. എനിക്കെന്തുകൊണ്ട് ഈ നിലാവിനെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം വേദനയോടെ വിചാരിക്കുന്നുണ്ട്.
ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ഈ നിലാവായിരുന്നില്ലേ, ഈ നിലാവിനെ കാണാനുള്ളൊരു കണ്ണായിരുന്നില്ലേ എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ നിലാവിനെ കാണാനുള്ളൊരു കണ്ണാണ് അദ്ദേഹം കൊടുക്കേണ്ടിയിരുന്നത്. ആ നിലാവിന് അതുപോലെ പ്രകൃതിയിലുള്ള ഓരോ ചെറിയ ചെറിയ പ്രതിഭാസങ്ങളെയും, അതിരാവിലെ മനോഹരമായിരിക്കുന്ന സൂര്യോദയത്തിൽ കിളികൾ പറന്നുകൊണ്ട് പോകുന്നു, ഒരുപാട് പൂക്കൾ വിരിഞ്ഞ മണം അന്തരീക്ഷത്തിലുണ്ട്, അതിലിങ്ങനെ ശാന്തമായിട്ട് നനഞ്ഞ മണ്ണിലൂടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഒരാൾ നടന്നു പോകുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ മൗനത്തിലും ആ സ്നേഹത്തിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്നൊരു ഹൃദയത്തിൻ്റെ ഒരു നിറവുണ്ട്. അത് നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാൻ കഴിയാത്തൊന്ന് ഒരു സമ്പത്താണത്. ആ പ്രകൃതിയുമായിട്ട് അടുക്കുമ്പോൾ, പക്ഷികളുമായിട്ട് അടുക്കുമ്പോൾ, പ്രകൃതിയിലെ പുഴകളുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ, ആകാശവുമായിട്ട് നാം മനസ്സുകൊണ്ട് സമ്പർക്കമുണ്ടാകുമ്പോൾ, കൂരിരുട്ടുമായിട്ട് നാം മനസ്സുകൊണ്ട് ബന്ധപ്പെടുമ്പോൾ, ഇപ്പോഴൊക്കെ പ്രകൃതിയിൽ പ്രപഞ്ചത്തിലുള്ള ഒരു ശീതളമായിരിക്കുന്ന ഒരു സാന്ത്വനത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതറിയുക എന്നുള്ളത് വളരെ ആഴമേറിയ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നൊരു മനസ്സിലേ സാധിക്കുകയുള്ളൂ. ആ പ്രോസസ്സിലൂടെ ഒരാൾ കടന്നു പോവുകയാണെങ്കിൽ അയാൾക്ക് സിനിമയുടെ മുമ്പിലോ മറ്റ് ചെറിയ ചെറിയ വിനോദങ്ങൾക്ക് മുമ്പിലോ പോയിട്ടിരുന്ന് സമയം പോക്കേണ്ടി വരില്ല. അയാൾ പ്രകൃതിയിലെ ദൃശ്യങ്ങൾക്ക് നേരെ, ഈ പ്രകൃതി എവിടെയും നമ്മുടെ മുന്നിൽ ആകാശമുണ്ട്, പ്രകൃതിയുണ്ട്, പച്ചയുണ്ട്, വെള്ളമുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നേരെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ തുറന്നു വെച്ചിരുന്നാൽ മതി. അങ്ങനെ തുറന്നു വെച്ചിരിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയുടെ ആ സാന്നിധ്യം അതെത്ര ദിവ്യമാണ്, എത്ര ദൈവികമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ കട്ട്.